Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആട്ടോ. ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാൻ പച്ചരി വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, ഇഡ്ഡലി റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ശരിയാകുന്നില്ല. അപ്പോൾ ചില പച്ചരിയാണെന്നുണ്ടെങ്കിൽ പശയുള്ള പച്ചരിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ അരയ്ക്കുന്ന മാവിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കണ്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന 1 കപ്പ് ഇഡ്ഡലി റൈസ്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ അരി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കപ്പിൽ തന്നെ നമ്മൾ ഉഴുന്നും എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനായിട്ട് 1 കപ്പ് ഇഡ്ഡലി റൈസ്. നമ്മുടെ പച്ചരി അല്ല, ഇത് ഇഡ്ഡലി റൈസാണ്. ഇത് പൊന്നിയരി എന്നൊക്കെ പറയും. ഇത് ഇച്ചിരി ഉരുണ്ട ടൈപ്പ് അരി കേട്ടോ. ഇത് കണക്ക് ഇങ്ങനത്തെ അരിക്ക് കുറച്ച് കൊഴുപ്പ് കൂടുതലാണ്. ഇനി ഇതിലേക്ക് ഉഴുന്ന് ഇതൊരു 1/3 കപ്പാട്ടോ. അപ്പോൾ ഇത് അരക്കപ്പില്ല, അരക്കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് എടുത്തേക്കുന്നത്. സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നെന്നാണ് കണക്ക്. പക്ഷേ ഞാൻ അതിനേക്കാളും കുറച്ച് ചേർക്കത്തുള്ളൂ. എന്നിട്ട് ചോറ് അധികം ചേർക്കും. അപ്പോൾ നമുക്ക് ഇഡ്ഡലിക്ക് നല്ല മായം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉഴുന്നിട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഗ്ലാസ്സിൽ തന്നെ ഉഴുന്നെടുക്കാട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത് മെഷർമെൻറ്റ് കപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അതിലാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ കപ്പിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അരി എടുക്കുന്ന സെയിം കപ്പിൽ തന്നെ വേണം ഉഴുന്നെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂണൊക്കെ ഇടാം. അത്രയും ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. ഇപ്പം ഞാൻ അരിയും ഉഴുന്നും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകിയ ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിനിമം 4 മണിക്കൂർ എങ്കിലും നമ്മളിത് ഒന്ന് കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ച ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇത് അരി വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു പോയിന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ അകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അരി കുതിർന്ന് വരും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ സമയമുള്ളതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് കുതിർക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് നല്ല കറക്റ്റായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കഴുകി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ വീണ്ടും കഴുകുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ, അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം വേണ്ട. ഇഡ്ഡലിക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം കുറച്ച് മതി. അപ്പോൾ ഞാൻ ഈ ഉഴുന്നിൻ്റെ അകത്ത് ഒഴിച്ചേക്കുന്ന വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റണേ. കുറച്ചെടുത്ത് വെച്ചാൽ മതി. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമ്മളിതിപ്പോൾ ഇങ്ങനെ എന്തായാലും ഒഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ വെള്ളമൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇഡ്ഡലിയുടെ മാവ് അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളമാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ അരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരിയൊക്കെ വെള്ളം കൂടിയെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് ഇഡ്ഡലി വരും കേട്ടോ. മറ്റേ സാധാരണ പച്ചരി വെച്ചിട്ടാണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ തന്നെ ഇഡ്ഡലി പൊങ്ങത്തില്ല. അപ്പോൾ ഞാൻ ഉഴുന്ന് ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചോറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ അകത്ത് 1/3 കപ്പ് ഉഴുന്നേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് കുറച്ചിട്ട് ചോറ് അധികമാണ് ചേർക്കല്. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് ചോറാണ് എടുത്തേക്കുന്നത് കേട്ടോ. 1 കപ്പ് ഇങ്ങനെ വടിച്ചെടുത്തേക്കുന്നത് നമ്മൾ മട്ടരിയാണ്. മട്ടരിയുടെ ചോറ് വെച്ചിട്ടാണ് ഞാൻ കൂടുതലും ഇഡ്ഡലി ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ വെള്ളരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയൊക്കെ നല്ല വെള്ള കളറിൽ നല്ല തൂവെള്ള ഇഡ്ഡലി ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അരയ്ക്കാൻ കുറച്ച് വെള്ളം വേണമല്ലോ. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉഴുന്ന അരഞ്ഞ് കിട്ടണം, അതിനുള്ള വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ മൊത്തം അതിൻ്റെ അകത്ത് 1/2 കപ്പ് വെള്ളമായിട്ട് ചേർത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഉഴുന്നിട്ടപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ചോറും ഉഴുന്നും കിടക്കുന്ന ലെവലിലാണ് വെള്ളം കിടക്കുന്നത് കേട്ടോ. ഇനി ഇത് ഉഴുന്നും ചോറും കൂടെ അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അരി അരയ്ക്കുമ്പോൾ അത്രയും ഫൈനാകേണ്ട ചെറിയ തരി വേണം. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് കേട്ടോ ഉഴുന്നരച്ചിട്ട്. ഇതുണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററാണ്, ഒരു തരി പോലുമില്ല. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അധികം വെള്ളമില്ലാത്ത രീതിയിലാട്ടോ ഞാൻ അരച്ചെടുത്തേക്കുന്നത്.
ഇനി ഇതോടെ സൈഡിലേക്ക് മാറ്റാം. അരിയും അതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തതിന് അരി ഇഡ്ഡലി റൈസാണ്, അല്ലെങ്കിൽ പൊന്നിയരി എന്നും പറയും. അപ്പോൾ ഞങ്ങളൊക്കെ ഇഡ്ഡലി റൈസ് തന്നെ പറയണത്. ഞാൻ കടയിൽ പൊന്നിയരി എന്ന് എഴുതി വെച്ചേക്കുന്നത് കണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പൊന്നിയരി എന്ന് പറഞ്ഞത്. അപ്പം അരി ഇട്ടപ്പോഴും അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, ഒട്ടും വെള്ളമില്ലാതെ അല്ല വന്നേക്കുന്നത്. നമ്മൾ അരി ഇടുമ്പോൾ എന്തായാലും വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക്. അപ്പം നമ്മളിപ്പോൾ ഞാൻ ഈ ഒഴിക്കുന്ന വെള്ളമെല്ലാം നമ്മൾ ഉഴുന്ന് കിടന്ന വെള്ളമാട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഉഴുന്ന് കിടന്ന വെള്ളം ആകുമ്പോഴത്തേക്ക് ആ വെള്ളത്തിന് കുറച്ച് കൊഴുപ്പുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ആ വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കുക. ഇതരയ്ക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരയേണ്ട, ചെറിയ തരി വേണം. അരിയും അതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫൈനായിട്ടല്ല, ചെറിയ തരി ഉണ്ട് കേട്ടോ. പറഞ്ഞോണ്ട് വലിയ തരിയല്ല, ഒരു കുഞ്ഞി തരി. നമ്മൾ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറിയ പൊടിമണ്ണൊക്കെ നമ്മുടെ കയ്യിലിരിക്കത്തില്ലേ, അതുപോലെയുള്ള ഒരു തരി. ഇനി ഇത് നമുക്ക് ആ ഉഴുന്നിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഈ അരി ആയതുകൊണ്ട് നമുക്കിപ്പം വെള്ളം ഇച്ചിരിയൊക്കെ കൂടി പോയാലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല. അത് ഫെർമെൻറ്റേഷൻ കഴിയുമ്പോഴത്തേക്ക് ഈ മാവ് ഒന്നും കൂടെ തിക്കാവും. നമ്മൾ അരിയും ഉഴുന്നും കൂടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൈ കൊണ്ട് ഇളക്കുക. ഇത് കൈ കൊണ്ട് തന്നെ വേണം കേട്ടോ ഇളക്കാനായിട്ട്, അല്ലാണ്ട് തവി വെച്ച് ഇളക്കരുത്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉപ്പ് ചേർക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പുളിച്ച് പൊങ്ങി വരും കേട്ടോ. ഞാൻ സാധാരണ ഉണ്ടാക്കണ സമയത്താണ് ഉപ്പ് ചേർക്കല്. അപ്പം അങ്ങനെ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ഇപ്പം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കാം. ചേർത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരം ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് അരിയും ഉഴുന്നും കൂടെ ഒന്ന് മിക്സായാൽ മാത്രം മതി. ഇങ്ങനെ ഒരുപാട് കുത്തി ഇളക്കരുത്. അതുപോലെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു ഇപ്പം ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആട്ടോ. ഇത് കണ്ടോ, ഇപ്പം ഞാൻ ആക്കി വന്നപ്പോഴത്തേക്ക് ഇതൊരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇഡ്ഡലി റൈസാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് തിക്കാവും ഈ അരി. ഇനി ഇതിങ്ങനെ അടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നാളെ രാവിലെ നമുക്കിത് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത ദിവസം കേട്ടോ, അപ്പം നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴാണ് ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതുണ്ടോ, ഇപ്പോൾ നമ്മൾ മാവൊക്കെ നന്നായിട്ടൊന്ന് കുറുകി. അത് ഇങ്ങനത്തെ അരി ആയതുകൊണ്ടാട്ടോ ഇതുപോലെ പെട്ടെന്ന് തന്നെ കുറുകുന്നത്. ഇച്ചിരി വെള്ളം കൂടിയാലും ഇങ്ങനത്തെ അരി വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല സോഫ്റ്റും ആയിരിക്കും, നന്നായിട്ട് പൊങ്ങുകയും ചെയ്യും കേട്ടോ. നമ്മൾ പച്ചരി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടിയാൽ മതി, പിന്നെ പൊങ്ങത്തില്ല. അത് വെള്ളം കുറഞ്ഞു പോയാൽ കല്ല് പോലെ ആയി പോവുകയും ചെയ്യും. നല്ലപോലെ പൊങ്ങും, പക്ഷെ ഒട്ടും മയം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ അരിയാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് മാവ് ഒഴിക്കുന്നതിന് മുന്നേ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത് നല്ലെണ്ണ വെച്ചിട്ട് തേക്കുന്ന കേട്ടോ. അപ്പോൾ നല്ലെണ്ണ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അത് തേക്കുന്ന ഇഡ്ഡലി പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാട്ടോ. അതിനുശേഷം ഇതിലേക്ക് മാവ് ഒഴിക്കാം. ഒഴിക്കുന്നതിന് മുന്നേ ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ മാവ് ഒഴിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ട്. ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആ തട്ടിലേക്ക് മാറ്റണം. അപ്പം നമ്മൾ ആദ്യമേ അടിയിലത്തെ തട്ട് വേണം വെക്കാനായിട്ട്. അടിയിലത്തെ തട്ട് വെച്ച ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം മുകളിലത്തെ തട്ട് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് വെച്ചേക്കണം പാത്രം ഇറക്കി വെക്കാം. വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തട്ട് ഇറക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മറ്റേ തട്ടും കൂടെ ഇറക്കി വെക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് തുറക്കാം. ഇനി ഇതിലേക്ക് മറ്റേ തട്ടും കൂടെ ഇറക്കി വെക്കാം.
ഇനി ഒരു 5 മിനിറ്റ് വരെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇത് വെന്തോ നോക്കാം. എന്തെങ്കിലും ഒരു പപ്പടക്കോലിട്ടിട്ട് ഒന്ന് കുത്തി നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇത് വെന്തിട്ടുണ്ട്. ഇത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് മാവ് പറ്റിയിരിപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ആദ്യം സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനിത് പുറത്തേക്ക് എടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് ആറണം. അപ്പോൾ ചൂട് ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റൗവിൽ നിന്ന് ഇതിപ്പോൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുത്തേക്കുമ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ തന്നെ ഇത് ഇളക്കാൻ നോക്കരുത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇളകി വരത്തില്ല, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ ഈ സമയത്ത് മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം തളിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിലെ വെള്ളമൊന്നുമല്ല കേട്ടോ, പൈപ്പിലെ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ജസ്റ്റ് ഒന്നിങ്ങനെ തളിച്ചാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. ചൂടാറിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. എന്തെങ്കിലും ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ, ഒരു കനം കുറഞ്ഞ സ്പൂൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇളക്കിയെടുത്ത് വെച്ചാൽ മതി. ഇതുപോലെ അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയെല്ലാം ഞാൻ ആ തട്ടിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ലൊരു പഞ്ഞി പോലത്തെ ഇഡ്ഡലി കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നല്ല സോഫ്റ്റാണ്. അതെ, ഇതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചർ കണ്ടോ, നല്ല ആ സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു ഇത് വരുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇതുണ്ടോ, നല്ല പഞ്ഞിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല എന്നുള്ളൊരു പേടി വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് പച്ചരി വെച്ചിട്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഡ്ഡലി റൈസ് മേടിച്ചിട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ എന്താണ് റീസണും കൂടെ ഒന്ന് കമൻറ്റിൽ ഇട്ട് തരണം കേട്ടോ. എന്നാൽ മാത്രമല്ലേ എനിക്കറിയുള്ളൂ അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ആയെന്നുള്ള കാര്യം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.